ഡിയർ സ്റ്റുഡൻസ്, സബു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 8th സ്റ്റാൻഡേർഡിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന പാഠത്തിലെ ഏറ്റവും അവസാനത്തെ സെഷനാണ് സമബഹുഭുജങ്ങൾ അല്ലെങ്കിൽ റെഗുലർ പോളിഗൺസ്. ആ റെഗുലർ പോളിഗൺസ് എന്താണെന്ന് നമ്മൾ പരിചയപ്പെടുന്നു. അതിനുശേഷമുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ ചില ചിത്രങ്ങൾ ഫിഗേഴ്സ് വരച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിലെ 3 സൈഡ്സ് ഡിഫറൻ്റ് ആണ്. വ്യത്യസ്തമായ നീളമുള്ള വശങ്ങളാണുള്ളത്. അതുകൊണ്ട് വ്യത്യസ്തമായ വശങ്ങളുടെ നീളമായതുകൊണ്ട് നമുക്ക് ഒന്നിനെ എ, ഒന്നിനെ ബി, ഒന്നിനെ സി എന്ന് വിളിക്കാം. അങ്ങനെ വശങ്ങളുടെ നീളം വ്യത്യസ്തമാണെങ്കിൽ കോണുകളുടെ അളവുകളും വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോണിൻ്റെ അളവ് എക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇത് വൈ ആയിരിക്കും, ഇത് സെഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ 3 വശങ്ങൾ വ്യത്യസ്തമാണ്, 3 ആംഗിൾസ് കോണുകളും വ്യത്യസ്തമാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു ട്രയാങ്കിൾ വെച്ചിരിക്കുന്നു. ഈ ട്രയാങ്കിളിൽ എല്ലാ സൈഡ്സും ഈക്വലാണ്. എക്സ് 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 എന്ന് ഞാൻ വിളിക്കുന്നു. ഓരോ നമ്പേഴ്സാണ് എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ 3 വശങ്ങളുടെ നീളം തുല്യമാണെങ്കിൽ ഈ 3 സൈഡ്സ് ആർ ഈക്വൽ. അങ്ങനെയുള്ള ഒരു ട്രയാങ്കിളിന് എന്താണ് പേര് എന്നുള്ളത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. ആ സമഭുജ ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ, ആംഗിൾസിൻ്റെ മെഷേഴ്സ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ഇനി ഇവിടെ 2-3 ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് റോംബസ് ആണ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികം. എല്ലാ വശങ്ങളും തുല്യമായ സാമാന്തരികം. ഓക്കെ, എല്ലാ സൈഡ്സും ഈക്വലായ പാരലോഗ്രാം, അതിനാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡ്സിനെയും നമ്മൾ എക്സ് കൊണ്ട് സൂചിപ്പിക്കുന്നു. സാമാന്തരികത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതിന് എതിർകോണുകൾ തുല്യമായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എ എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഇതും എന്താണ്? എ ആണ്. രണ്ടിൻ്റെയും മെഷേഴ്സ് സെയിം ആണ്. ഇതിൻ്റെ മെഷറും ഇതിൻ്റെ മെഷറും സെയിം ആണ്. ഇതിൻ്റെ മെഷർ ബി ആണെങ്കിൽ ഇതിൻ്റെ മെഷറും നമുക്ക് ബി എന്ന് വിളിക്കാം. രണ്ടിൻ്റെയും അളവുകൾ ബി എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? 4 സൈഡ്സിൻ്റെ മെഷേഴ്സ് ഈക്വലാണ്. വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. പക്ഷേ കോണുകൾ 4 തുല്യമല്ല. എതിർ കോണുകൾ തുല്യമാണ്, പക്ഷേ 4 കോണുകളും തുല്യമല്ല. 4 ആംഗിൾസ് ആർ നോട്ട് ഈക്വൽ. ഓക്കെ, ഇനി താഴെയുള്ള ഒരു ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ ഇതൊരു റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിളിൻ്റെ ആംഗിൾസിനെ കുറിച്ച് നമുക്കറിയാം. എല്ലാ ആംഗിൾസും എത്രയായിരിക്കും? 90 ഡിഗ്രി ആംഗിൾസ് ആയിരിക്കും, അതായത് റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ എ ആണെങ്കിൽ ഇതും എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇത് ബി ആണ്. അപ്പോൾ ഇതിലെ പ്രത്യേകത എല്ലാ ആംഗിൾസും ഈക്വലാണ്, കോണുകൾ തുല്യമാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണ്, പക്ഷേ എല്ലാ സൈഡ്സും ഈക്വൽ അല്ല. എന്നാൽ അടുത്ത ഫിഗറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സമചതുരം എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ സ്ക്വയർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രിയാണ്. എല്ലാ വശങ്ങളും തുല്യമാണ്. ഇത് നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള രൂപമാണ്. ഓക്കെ, ഇവിടെ ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. ഈ ഫിഗറിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എന്നാൽ ആംഗിൾസ് ഈക്വൽ അല്ല. ഇവിടെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്, എന്നാൽ സൈഡ്സ് ഈക്വൽ അല്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ സൈഡ്സ് ഈക്വൽ, ആംഗിൾസ് ഈക്വൽ. ഇവിടെ 3 സൈഡ്സ് ഡിഫറൻ്റ് ആണ്, 3 ആംഗിൾസ് ഡിഫറൻ്റ് ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 3 സൈഡ്സ് ഈക്വൽ ആണ്, 3 ആംഗിൾസ് ഈക്വൽ ആണ്. വശങ്ങളും കോണുകളും തുല്യമാണ്. ഇവിടെയും വശങ്ങളും കോണുകളും തുല്യമാണ്. അപ്പോൾ ഈ 2 ചിത്രങ്ങൾ ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. പൊതുവായിട്ട് പറഞ്ഞാൽ ഇതിന് രണ്ടിനും വശങ്ങൾ തുല്യമാണ്, കോണുകളും തുല്യമാണ്. അത്തരത്തിലുള്ള പോളിഗൺസിന് പറയുന്ന പേരാണ് റെഗുലർ പോളിഗൺസ്, സമബഹുഭുജങ്ങൾ. എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ ബഹുഭുജത്തെ സമബഹുഭുജം എന്ന് പറയുന്നു. If all angles and all sides of a polygon are equal, polygon is called regular polygon. അപ്പോൾ ഇത് 2 റെഗുലർ പോളിഗൺ ആണ്. ആദ്യത്തെ റെഗുലർ പോളിഗണെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. അടുത്ത റെഗുലർ പോളിഗണെ നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നു. സമഭുജ ത്രികോണം, സമചതുരം. ഇതിന് ശേഷം വരുന്ന 5, 6, 7 തുടങ്ങി വശങ്ങളിലുള്ള എല്ലാ ബഹുഭുജങ്ങളും ഈ പ്രത്യേകതയുള്ളവയാണെങ്കിൽ, എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ നമ്മൾ അവയെ സമപഞ്ചഭുജം, സമഷഡ്ഭുജം, സമസപ്തഭുജം എന്നിങ്ങനെയാണ് വിളിക്കുക. പെൻറ്റഗണിനെ നമ്മൾ വിളിക്കുന്നത് റെഗുലർ പെൻറ്റഗൺ, ഹെക്സനെ വിളിക്കുന്നത് റെഗുലർ ഹെക്സഗൺ. അങ്ങനെ റെഗുലർ എന്ന വാക്ക് ചേർത്തുകൊണ്ടാണ് നമ്മൾ വിളിക്കുക. പക്ഷേ ഈ 2 എണ്ണത്തിനും നമ്മളങ്ങനെ റെഗുലർ എന്ന് ചേർക്കുന്നില്ല. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അതുപോലെ തന്നെ സ്ക്വയർ എന്ന് മാത്രം പറയുന്നു.
അപ്പോൾ എന്താണ് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ സൈഡ്സ് ആൻഡ് അൺഈക്വൽ ആംഗിൾസ്. തുല്യ വശങ്ങളുള്ള എന്നാൽ കോണുകൾ വ്യത്യസ്തമായ ഒരു ഹെക്സഗൺ, അതായത് ഒരു ഷഡ്ഭുജം വരയ്ക്കാനാണ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ടാമത് ചോദ്യം, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. തുല്യമായ കോണുകളും എന്നാൽ വ്യത്യസ്തമായ വശങ്ങളുമുള്ള ഒരു ഹെക്സഗൺ വരയ്ക്കുക, ഒരു ഷഡ്ഭുജം വരയ്ക്കുക. ഇപ്പോൾ കോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. n-2 × 180, അതാണ് സമ്മ് അല്ലെങ്കിൽ തുക. അപ്പോൾ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ 6 സൈഡ്സ് ഉണ്ടാവും. അപ്പോൾ 6 - 2 4 ആവും. ഓക്കെ, അപ്പോൾ 4 × 150 ദാറ്റ്സ് ഈക്വൽ ടു 4 × 180, അതായത് 720 എന്ന് കിട്ടും. ആദ്യത്തെ ചിത്രം വരയ്ക്കുമ്പം 6 കോണുകളുടെ അളവുകൾ കൂട്ടിയാൽ 720 കിട്ടാൻ പാടുള്ളൂ. വശങ്ങളുടെ നീളം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ എന്ന് എടുക്കാം. 6 കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടാൻ പാടുള്ളൂ? 720 കിട്ടാൻ പാടുള്ളൂ. ആ പറ്റുന്ന രീതിയിൽ ഒരു ചിത്രം സ്വയം വരയ്ക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ആംഗിൾസും സെയിം ആയിരിക്കണം, സൈഡ്സ് വ്യത്യസ്തമാകാം. അപ്പോൾ കോണുകളുടെ അളവുകൾ തുല്യമാവണമെങ്കിൽ 6 വശങ്ങളുള്ളതുകൊണ്ട് 6 കോണുകളുണ്ടാവും. 6 സൈഡ്സ് 6 ആംഗിൾസ്. അപ്പോൾ എല്ലാ ആംഗിൾസിൻ്റെയും സമ്മ് 720 ആയതുകൊണ്ട് 720/6. 720യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട്? 6 1 12 2 12, പിന്നെ ഇവിടെ 0, അപ്പോൾ ഇവിടെ 0. ഓരോ ആംഗിളും എത്രയാവണം? 120 ആവണം. അപ്പോൾ രണ്ടാമത്തെ ചിത്രം വരയ്ക്കുമ്പം സൈഡ്സിൻ്റെ മെഷേഴ്സ് ഡിഫറെൻ്റ് ആവാം. ആംഗിൾസ് എല്ലാം എത്രയായിരിക്കണം? 120 ആവണം. അപ്പോൾ ഒരു സൈഡ് വരയ്ക്കുന്നു, ഒരു ഭാഗത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 മാർക്ക് ചെയ്യുന്നു, മറ്റേ എൻഡിലും പ്രൊട്രാക്ടർ വെച്ച് 120 മാർക്ക് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നീളത്തിൽ വശം വരയ്ക്കുന്നു, വീണ്ടും 120 മാർക്ക് ചെയ്യുന്നു. ആ രീതിയിൽ നമുക്ക് ചിത്രം വരച്ചുണ്ടാക്കാം. അപ്പോൾ ഒന്നാമത്തതും രണ്ടാമത്തതും ചിത്രങ്ങൾ വരയ്ക്കലാണ്, അത് നിങ്ങൾ സ്വയം ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഈസ് ഈച്ച് ആംഗിൾ ഓഫ് എ 15-sided റെഗുലർ പോളിഗൺ ആൻഡ് ഹൗ മച്ച് ഈസ് ഇറ്റ്സ് ഈച്ച് ഔട്ടർ ആംഗിൾ. 15 വശങ്ങളുള്ള ഒരു സമബാഹുഭുജത്തിൻ്റെ ഓരോ കോണിൻ്റെയും അളവ് എത്രയാണ്? അതിൻ്റെ ഓരോ പുറംകോണിൻ്റെ അളവും എത്രയാണ്? അതായത് പുറംകോണിൻ്റെ അളവും കാണണം, അകക്കോണിൻ്റെ അളവും കാണണം. ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ രണ്ടും കാണണം. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ആദ്യം ഔട്ടർ ആംഗിൾ കണ്ടതിന് ശേഷം പിന്നെ ഇന്നർ ആംഗിൾ കാണാം, അല്ലെങ്കിൽ ഇന്നർ ആംഗിൾ കണ്ടതിന് ശേഷം ഔട്ടർ ആംഗിൾ കാണാം. ഔട്ടർ ആംഗിൾ കണ്ട് ഇന്നർ ആംഗിൾ കാണുന്നതാണ് എളുപ്പം. പക്ഷേ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്നർ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇന്നർ ആംഗിൾ കാണാം. 15 വശങ്ങളുള്ള സമബഹുഭുജം എന്ന് പറഞ്ഞതുകൊണ്ട് n = 15. അപ്പോൾ സമ്മ് അല്ലെങ്കിൽ തുക, എന്തിൻ്റെ? സം ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ കോണുകളുടെ തുക എന്ന് പറയുന്നത് n-2, അതായത് 15 - 2 × 180, 13 × 150 ആണ്. ഇത് നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 15 കോണുകളുടെ തുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു കോണിൻ്റെ അളവ് എത്രയാണെന്നറിയാൻ ഇതിനെ നമ്മൾ 15 കൊണ്ട് ഹരിച്ചാൽ മതി. ഓക്കെ, ദിസ് ഈസ് എ സം ഓഫ് 15 angles of the given regular polygon. To get the measure of one angle, we want to divide this by 15. Okay, അപ്പോൾ an angle, ഒരു കോൺ, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇന്നർ ആംഗിൾ ആണ് കേട്ടോ. അപ്പോൾ 13 × 180/15. അപ്പോൾ 180യെ നമ്മൾ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 180 divided by 15, 1 15 3 0, 30 divided by 15 2, then 30 0. അപ്പോൾ 30 12 കിട്ടി. ഇവിടെ 13 ഉണ്ട്, അപ്പോൾ 13 × 12. ഓക്കെ, 13 × 12, 2 × 13 26, 1 × 13 13, അപ്പോൾ 6 5 1 എന്ന് കിട്ടും. അപ്പോൾ ഓരോ അകക്കോണിൻ്റെ അളവും ഓരോ ഇന്നർ ആംഗിളിൻ്റെ മെഷറും എത്രയാണ്? 156 ആണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ പുറംകോൺ, ഓക്കെ, പുറംകോൺ
എത്രയായിരിക്കും? ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും കൂടി ചേർന്നാൽ ലീനിയർ പെയർ ആകുമ്പോൾ സമ്മ് 180 ആണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ 180 മൈനസ് 156 ദാറ്റ്സ് ഈക്വൽ ടു 24 എന്നുണ്ട്. Next question, that is fourth question is, one angle of a regular polygon is 168 degree. Then how many sides does it have? ഒരു ഇന്നർ ആംഗിളിൻ്റെ മെഷർ 168 ആണ്. ഇന്നർ ആംഗിൾ ഈക്വൽ ടു 168 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ എല്ലാ ഇന്നർ ആംഗിൾസും സെയിം ആയിരിക്കും, കാരണം ഇത് റെഗുലർ പോളിഗൺ ആണ്, സമബഹുഭുജമാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിൾസും സെയിം ആയിരിക്കും, ബാഹ്യകോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ബാഹ്യകോൺ കണ്ടെത്തുന്നു. ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു, അപ്പോൾ 180 നിന്ന് 168 കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ ഒരു ബാഹ്യകോണിൻ്റെ അളവ് ഔട്ടർ ആംഗിളിൻ്റെ അളവ് എത്രയാണ്? 12 ഡിഗ്രിയാണ്. നമുക്കറിയാം സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഈസ് 360. പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ്. അപ്പോൾ ആ 360 എന്ത് ചെയ്യുക? 12 ഡിഗ്രി കൊണ്ട് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും. സോ n ഈസ് ഈക്വൽ ടു, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, 360 ഡിവൈഡഡ് ബൈ 12. 36നെ 12 കൊണ്ട് ഹരിച്ചാൽ 3 12 36 നമുക്കറിയാം. ഇവിടെ 0 0, അപ്പോൾ ഇവിടെ 0 ഇടുക. അപ്പോൾ എത്ര കിട്ടി? 30 കിട്ടി. അപ്പോൾ എത്ര സൈഡ്സ് ഉണ്ടാവും? 30 സൈഡ്സ് ഉണ്ടാവും, 30 വശങ്ങളുണ്ടാവും ഈ റെഗുലർ പോളിഗണ്, സമബഹുഭുജത്തിന്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ക്യാൻ വി ഡ്രോ എ റെഗുലർ പോളിഗൺ വിത്ത് ഈച്ച് ഔട്ടർ ആംഗിൾ 6 ഡിഗ്രി? വാട്ട് അബൌട്ട് 7 ഡിഗ്രി? ഓരോ ഔട്ടർ ആംഗിളും 6 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു റെഗുലർ പോളിഗൺ വരയ്ക്കാൻ നമുക്ക് പറ്റുമോ? 7 ഡിഗ്രി 7 ഡിഗ്രി വരുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ബാഹ്യകോണിൻ്റെ അളവ് 6 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു സമബഹുഭുജം വരയ്ക്കാൻ പറ്റുമോ? ഇനി 7 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ബാഹ്യ കോണുകളുടെ തുക അല്ലെങ്കിൽ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ 360 എന്ന് പറയുന്നത് ഓരോ ഔട്ടർ ആംഗിളുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം. അതായത് 360യെ 6 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ 7 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഔട്ടർ ആംഗിൾസ് 6 ഡിഗ്രി ഉള്ള രീതിയിൽ 7 ഡിഗ്രി ഉള്ള രീതിയിൽ നമുക്ക് റെഗുലർ പോളിഗൺ വരയ്ക്കാൻ പറ്റും. 360നെ 6 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ, 7 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ, ഓരോ ബാഹ്യകോണും 6 ഡിഗ്രി വരുന്ന രീതിയിൽ 7 ഡിഗ്രി വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമബഹുഭുജം വരയ്ക്കാൻ പറ്റും. അപ്പോൾ 360നെ 6 കൊണ്ട് ഹരിച്ചു നോക്കുക, 7 കൊണ്ടും ഹരിച്ചു നോക്കുക, ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കാം. അപ്പോൾ 360 ഡിവൈഡ് ബൈ 6 നമുക്കറിയാം 6 6 36. ഓക്കെ, 0 0, സോ ഹിയർ വി ക്യാൻ പുട്ട് 0. നമുക്കിവിടെ 60 കിട്ടി, റിമൈൻഡർ 0 ആണ്. ഓക്കെ, ഹരണഫലം 60 കിട്ടി, ശിഷ്ടം 0 അതിൽ മനസ്സിലാക്കേണ്ടതാണ് 360 6ൻ്റെ ഗുണിതമാണ്. 360 is a multiple of 6. Okay, 360 degree is a multiple of 6. So we can draw a regular polygon with each outer angle 6 degree. 360 6ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് പുറംകോൺ 6 ഡിഗ്രി വരുന്ന രീതിയിലുള്ള ഒരു സമബഹുജം വരയ്ക്കാൻ നമുക്ക് സാധിക്കും. ഇനി 360നെ 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 360 ഹരിക്കണം 7, 5 7 35, ബാക്കി 1 10. 10നെ 7 കൊണ്ട് ഹരിച്ചാൽ 1 7. സിസ്റ്റം എത്ര കിട്ടി? 3 കിട്ടി. അപ്പോൾ 360നെ പൂർണ്ണമായും 7 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളെന്ത് എഴുതുന്നു? 360 is not a multiple of 7. So we can't draw a regular polygon with each outer angle 7 degree. ഓക്കെ, 360 7ൻ്റെ ഗുണിതമല്ല. അതുകൊണ്ട് 7 ഡിഗ്രി പുറംകോൺ വരുന്ന രീതിയിൽ ഒരു സമബഹുഭുജം വരയ്ക്കാൻ സാധ്യമല്ല എന്ന് എഴുതി വെക്കുക. സിക്സ്ത് ക്വസ്റ്റ്യൻ, എ റെഗുലർ ഹെക്സഗൺ ആൻഡ് റെഗുലർ പെൻറ്റഗൺ ആർ പുട്ട് ടുഗദർ, ദെൻ ഹൗ മച്ച് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ പി ക്യു ആർ? ഒരു സമ ഷഡ്ഭുജവും സമ പഞ്ചഭുജവും കൂടെ ചേർത്ത് വെച്ചിരിക്കുകയാണ്.
ഇത് സമഷഡ്ഭുജമാണ്, ഇത് സമപഞ്ചഭുജമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ പി ക്യു ആറിൻ്റെ അളവ് എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒരു പോയിന്റിൽ നിന്ന് വ്യത്യസ്തമായ ദിശകളിലേക്ക് വരകൾ വരച്ചാൽ, ഓക്കെ, ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾസ്, ഇവിടെ 3 ആംഗിൾസ് ഉണ്ടാവുന്ന ഈ 3 ആംഗിൾസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 360 കിട്ടും, 360 ഡിഗ്രി കിട്ടും. ഇനി 4 ആംഗിൾസ് ഉണ്ടെങ്കിൽ, 5 ആംഗിൾസ് ഉണ്ടെങ്കിൽ ഒക്കെ അതിൻ്റെ എല്ലാം സംബന്ധമായിരിക്കും 360 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിളിൻ്റെ മെഷർ അറിയണമെങ്കിൽ, കോണിൻ്റെ അളവ് അറിയണമെങ്കിൽ ഈ കോണിൻ്റെ അളവും അറിഞ്ഞാൽ മതി. ഇത് രണ്ടും കൂടെ കൂട്ടുക, എന്നിട്ട് 360 നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കോണിൻ്റെ അളവ് കിട്ടും. അപ്പോൾ ഇത് എന്താണ്? റെഗുലർ ഹെക്സഗണിൻ്റെ ഒരു ആംഗിളാണ്, കോണാണ്. ഇത് റെഗുലർ പെൻറ്റഗണിൻ്റെ സമപഞ്ചഭുജത്തിൻ്റെ ഒരു കോണാണ്. അപ്പോൾ ആ 2 കോണുകളുടെ അളവുകൾ എത്രയാണെന്ന് നമുക്കറിയണം. ആ കോണിൻ്റെ അളവ് അറിയാത്തവർക്ക് അത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ 6 സൈഡ്സാണ്. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ 6 - 2, അപ്പോൾ എത്രയായി? 4 ആയി. ഓക്കെ, 4 × 180. ഇതാണ് എല്ലാ കോണുകളുടെയും തുക, സം ഓഫ് ഓൾ ആംഗിൾസ്. അപ്പോൾ ഒരു ആംഗിളിൻ്റെ മെഷർ കിട്ടണമെങ്കിൽ ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇവിടെ 18 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 കിട്ടും. അപ്പോൾ 3യും 0യും കൂടെ 30 ആയി. 4 × 3 12. അപ്പോൾ 120. അതാണ് റെഗുലർ ഹെക്സഗണിൻ്റെ ഓരോ കോണും, സമഷഡ്ഭുജത്തിൻ്റെ ഓരോ കോണിൻ്റെയും അളവ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 120 ഡിഗ്രി കിട്ടി. ഇനി അതേപോലെ തന്നെ ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ, സമപഞ്ചഭുജത്തിൻ്റെ ഓരോ കോണും. അപ്പോൾ സമപഞ്ചഭുജം എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ഉണ്ട്. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ 5 - 2 3 ഓക്കെ. അപ്പോൾ 3 × 180. ഇത്രയും ചെയ്താൽ എല്ലാ കോണുകളുടെയും തുകയായി, സം ഓഫ് ഓൾ ആംഗിൾസ്. പക്ഷേ നമുക്ക് വേണ്ടത് 1ൻ്റെ അളവാണ്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 5, ബിക്കോസ് ദർ ആർ 5 സൈഡ്സ്. ഓക്കെ, ഇനി 180യെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 180 ഡിവൈഡ് ബൈ 5. അപ്പോൾ ഇവിടെ 3 5s 15, 3 0, 30 ഡിവൈഡ് ബൈ 5 = 6. അപ്പോൾ എത്ര കിട്ടി? 36 കിട്ടി. ആ 36നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 36 × 3, 3 18, 1 3 9 1 10. എത്ര കിട്ടി? 108. അപ്പോൾ ഓരോ ആംഗിളിൻ്റെയും മെഷർ 108 ആണ്. സമപഞ്ചഭുജത്തിൻ്റെ ഓരോ കോണിൻ്റെ അളവ് 108 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 108 ഡിഗ്രി എന്നായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പി ക്യു ആർ, കോൺ പി ക്യു ആർ. അപ്പോൾ കോൺ പി ക്യു ആർ = 3 കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടുക? 360 ആണ്. അപ്പോൾ 360 മൈനസ് ഏതെല്ലാം? 120 + 108. 120ഉം 108ഉം കൂടെ കൂട്ടിയാൽ 228 ഉണ്ടാവും. ആ 228 360 കുറയ്ക്കുക. 360 - 228. 360 - 228. 360ൽ നിന്ന് എന്ത് ചെയ്യുക? 228 കുറയ്ക്കുക. 10 നിന്ന് 8 കുറച്ചാൽ 2, 5 നിന്ന് 2 പോയാൽ 3, 3 നിന്ന് 2 പോയാൽ 1. അപ്പോൾ എത്ര കിട്ടി? അപ്പോൾ കോൺ പി ക്യു ആറിൻ്റെ അളവ് എത്രയാണ്? 132 ഡിഗ്രിയാണ്. 7th question. In the figure, a regular pentagon, a square and a regular hexagon are put together, and what is the measure of angle BAC? ചിത്രത്തിൽ ഒരു സമപഞ്ചഭുജം, സമഷഡ്ഭുജം, ഒരു സമചതുരം എന്നിവ കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ചിത്രത്തിലെ ആംഗിൾ BAC എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഒരു ആംഗിളുണ്ട്, മറ്റൊരു ആംഗിൾ ഇവിടെ ഉണ്ട് 2, ഇവിടെ ഒരു ആംഗിൾ 3. 3 ആംഗിളും ഈ ആംഗിളും കൂടെ കൂടി ചേർന്നാൽ 360 ആവും. അപ്പോൾ ഈ 3 ആംഗിൾസിൻ്റെ സമ്മ് കാണുക, 3 കോണുകളുടെ തുക കാണുക, എന്നിട്ട് 360ൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ BAC കിട്ടും. അതിന് ഈച്ച് ആംഗിൾ ഓഫ് റെഗുലർ പെൻറ്റഗൺ, സമബഹുഭുജത്തിൻ്റെ ഓരോ കോണിൻ്റെയും അളവ് എത്രയാണെന്ന് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടെത്തി. അത് എത്രയായിരുന്നു? 108 ഡിഗ്രിയാണ്, 108. പിന്നെ ഈച്ച് ആംഗിൾ ഓഫ് എ സ്ക്വയർ, സ്ക്വയറിൻ്റെ ഓരോ ആംഗിളും, സമചതുരത്തിൻ്റെ ഓരോ കോണും അത് 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് 108 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്.
90 ഡിഗ്രി. അടുത്തത് ഈച്ച് ആംഗിൾ ഓഫ് എ റെഗുലർ ഹെക്സഗൺ, സമ ഷഡ്ഭുജത്തിൻ്റെ ഓരോ കോണിൻ്റെയും അളവ് എത്രയാണ്? അതും നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ കണ്ടെത്തി. അത് 120 ഡിഗ്രിയാണ്. ഈക്വൽ ടു 120 ഡിഗ്രി. സോ ദിസ് ഈസ് 120. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും കൂട്ടിയിട്ട് അതെന്ത് ചെയ്യുക? 360 കുറച്ചാൽ മതി. ഓക്കെ, 108, 90, 120 എല്ലാം കൂടെ കൂട്ടാം. അപ്പോൾ ഇവിടെ 8, 11, 318 കിട്ടി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 360 കുറയ്ക്കണം 318 ആൻഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു 42. 42 ഡിഗ്രിയാണെന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 42 ഡിഗ്രി. 8th question, ABCDEF is a regular hexagon. A triangle is formed by joining the alternate vertices. Prove that that triangle is equilateral triangle. Okay, ABCDEF എന്നുള്ളത് റെഗുലർ ഹെക്സഗൺ ആണ്, അല്ലെങ്കിൽ സമ ഷഡ്ഭുജമാണ്. ഈ സമ ഷഡ്ഭുജത്തിൻ്റെ ഒന്നിടവിട്ടുള്ള വെർട്ടീസസ് എല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കി, ഒരു ത്രികോണം. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണെന്ന് തെളിയിക്കണം. ആദ്യത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ, 3 കോണുകൾ തുല്യമാണെങ്കിൽ ത്രികോണം എന്തായി മാറും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണമായി മാറും. അപ്പോൾ ഓരോ കോണിൻ്റെയും അളവ്, ആംഗിളിൻ്റെയും മെഷർ 60 ഡിഗ്രി ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ഈ 3 ആംഗിളിൻ്റെയും മെഷർ 60 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി, തെളിയിച്ചാൽ മതി. റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ വശങ്ങളും തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ, ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഈ 2 വശങ്ങളും തുല്യമാണ്. അതായത് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, ഐസോസെലസ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഈ 2 ആംഗിൾസ്, കോണുകൾ തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം, ഇത് 3 കൂടെ കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടുകയെന്ന്. അപ്പോൾ 150 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ആംഗിളിൻ്റെ മെഷർ കുറയ്ക്കുക. ആ കുറച്ച് കിട്ടുന്നത് ഇത് 2 എണ്ണത്തിൻ്റെയും മെഷറായിരിക്കും. അപ്പോൾ ആ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ നേർ പകുതി എടുക്കുക. കാരണം ഈ 2 ആംഗിൾസ് സെയിം ആണ്, ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഒരു ആംഗിളിൻ്റെ മെഷർ കിട്ടും, ഒരു കോണിൻ്റെ അളവ് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം, അത് തന്നെ ഇവിടെയും ചെയ്യാം. സമഷഡ്ഭുജം അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആംഗിളും ഓരോ കോണും എത്രയായിരിക്കും നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓരോ ആംഗിളും എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആംഗിൾ ഇ എഫ് ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി എഫ്. ആംഗിൾ ഇ എഫ് ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ഇ ഡി എഫ് and that's equal to 180 minus 120 by 2, that is 60 by 2 equal to 30 degree. അപ്പോൾ ഇത് 30 ആയി, അടുത്തത് 30 ആയി. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇത് 2 30 കിട്ടും, ഇത് 2 30 കിട്ടും. ഓക്കെ, നമുക്കിങ്ങനെ എഴുതാം, ആംഗിൾ സി ഡി ബി, ആംഗിൾ സി ബി ഡി, ആംഗിൾ സി ഡി ബി ഈക്വൽ ടു ആംഗിൾ സി ബി ഡി ഇസ് ഈക്വൽ ടു 180 മൈനസ് 120 ബൈ 2 ഇസ് ഈക്വൽ ടു 60 ബൈ 2 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ഇത് 30 ആയി, ഇവിടെയും 30 ആയി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എഫ് ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി എഫ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി കിട്ടും. ആംഗിൾ എ എഫ് ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി എഫ് ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. ഇനി ഇ ഡി സി അല്ലെങ്കിൽ സി ബി എ അല്ലെങ്കിൽ എ എഫ് ഇ എന്നൊക്കെ പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആംഗിളാണ്. ഈ കംപ്ലീറ്റ് ആംഗിൾ എന്താണ്? റെഗുലർ ഹെക്സഗണിൻ്റെ ആംഗിളാണ്, സമഷഡ്ഭുജത്തിൻ്റെ കോണാണ്. സമഷഡ്ഭുജത്തിൻ്റെ കോണിൻ്റെ അളവ് 120 ഡിഗ്രിയാണ്. 30 30 60, 60 120 കുറച്ചാൽ എത്ര ഉണ്ടാവും? 60 ഉണ്ടാവും. ഇവിടെ 60 ഉണ്ടാവും, 60. അപ്പോൾ ഈ 3 കോണുകൾ എത്രയായി മാറും?
60 വീതമായി മാറും. അപ്പോൾ ഇൻ ട്രയാങ്കിൾ FDB, angle F is equal to angle D is equal to angle B is equal to 120 minus 30 plus 30 is equal to 120 minus 60 is equal to 60. അപ്പോൾ എല്ലാ ആംഗിൾസും എത്രയായി മാറി? 60 വീതമായി മാറി. എല്ലാ കോണുകളും 60 ഡിഗ്രി ആണെങ്കിൽ ആ ത്രികോണത്തിൻ്റെ പേര് സമഭുജ ത്രികോണം എന്നാണ്. If all angles are 60 degree, then the triangle is equilateral triangle. Therefore, triangle BDF is equilateral triangle. ത്രികോണം BDF സമഭുജ ത്രികോണമാണ്. ഈ BDF എന്നുള്ളത് തന്നെയാണ് FDB. ഓക്കെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന അക്ഷരങ്ങളും സെയിം ആണ്. 3 വെർട്ടീസസിനെ സൂചിപ്പിക്കുന്നു. ട്രയാങ്കിളിൽ മാറ്റമില്ല. 9th question, last one. ABCDEF is a regular hexagon. Prove that ACDF is a rectangle. ഫിഗറിൽ റെഗുലർ ഹെക്സഗൺ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ക്വാഡ്രിലാറ്ററൽ കാണാം. ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്? റെക്റ്റാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഒരു സമ ഷഡ്ഭുജം തന്നിട്ടുണ്ട്. ആ സമഷഡ്ഭുജത്തിൽ 4 മൂലകൾ യോജിപ്പിച്ചുകൊണ്ട് ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്. ആ ചതുർഭുജം എന്താണ്? റെക്റ്റാങ്കിളാണ് അല്ലെങ്കിൽ ചതുരമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ഇവിടെയും കഴിഞ്ഞതിൽ ഉള്ളതുപോലെ തന്നെ എന്താണ്? ഓൾ സൈഡ്സ് ആർ ഈക്വൽ. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ സൈഡ്സും എന്താണ്? ഈക്വലാണ്. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 സൈഡ്സും ഈക്വലാണ്, തുല്യമാണ്. അപ്പോൾ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിളായി അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായി. അങ്ങനെയാണെങ്കിൽ ഈ കോണിൻ്റെ അളവും ഈ കോണിൻ്റെ അളവും തുല്യമായിരിക്കും. ഇവിടെ അതേപോലെ ഈ 2 കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ കോണിൻ്റെ അളവ് കിട്ടാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇത് റെഗുലർ ഹെക്സഗണാണ്, സമഷഡ്ഭുജമാണ്. ഓരോ കോണിൻ്റെയും അളവ് 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 120 ഡിഗ്രി. ഇവിടെയും അതേപോലെ തന്നെ 120 ഡിഗ്രിയാണ്. ആംഗിൾ EFD is equal to ആംഗിൾ EDF is equal to, അതായത് ഇത് രണ്ടും EFD EDF is equal to 180 minus 120 by 2, that is equal to 30 degree. അതേപോലെ തന്നെ ഇവിടെയും കിട്ടും. ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BCA is equal to 30 degree. ആംഗിൾ BAC is equal to angle BCA and that's equal to 180 minus 120 by 2 is equal to 30 degree. അപ്പോൾ ഇതെല്ലാം 30 ആയി. ഇവിടെ 30, ഇവിടെ 30, ഈ കോൺ 30, ഈ ആംഗിൾ 30. ഇനി നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഈ ACDF എന്നുള്ളത് ഒരു ചതുരമാണ്. ഓക്കെ, ഇറ്റ്സ് എ റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ചതുരത്തിൻ്റെ പ്രത്യേകത 4 വശങ്ങൾ തുല്യമായിരിക്കില്ല, അടുത്തടുത്ത വശങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അടുത്തടുത്ത വശങ്ങൾ വ്യത്യസ്തമാണ്. ഇതും ഒരേ നീളമുള്ളവയല്ല, ഇത് രണ്ടും ഒരേ നീളമുള്ളവയല്ല, ഇത് രണ്ടും അങ്ങനെയല്ല. അതുകൊണ്ട് ഇനി നമുക്ക് ഒരു കാര്യം മാത്രമേ പ്രൂവ് ചെയ്യാനുള്ളൂ. എല്ലാ ആംഗിൾസും 90 ആണ്, എല്ലാ കോണുകളും 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ EFA എന്നുള്ളത് സമഷഡ്ഭുജത്തിൻ്റെ ഒരു കോണാണ്, ഇത്രയും ഭാഗം. അതേപോലെ ഇത് സമഷഡ്ഭുജത്തിൻ്റെ കോണാണ്. അതേപോലെ ഈ വശം മുതൽ ഈ വശം വരെ സമഷഡ്ഭുജത്തിൻ്റെ കോണാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ. സമഷഡ്ഭുജത്തിൻ്റെ ഓരോ കോണും 120 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ 120-ൽ നിന്ന് ഈ 30 കുറച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് കിട്ടും. അതായത് ഈ ചതുർഭുജത്തിൻ്റെ ഒരു കോണ് കിട്ടും. ഓക്കെ, one angle of a quadrilateral is obtained by subtracting 30 from 120. അപ്പോൾ 120 മൈനസ് 30 എത്രയായി? 90 ആയി. അപ്പോൾ ഈ ആംഗിൾ 90. അതേപോലെ തന്നെ ഇവിടെയും 90 കിട്ടും, 90 കിട്ടും, ഇവിടെയും 90 കിട്ടും, ഇവിടെയും 90 കിട്ടും. എല്ലാ ആംഗിൾസും 90 ആയി കഴിഞ്ഞാൽ അതെന്താവും? റെക്റ്റാങ്കിളാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇൻ ക്വാഡ്രിലാറ്ററൽ ACDF,
ചതുർഭുജം ACDF-ൽ ഓരോ കോണും എങ്ങനെ കിട്ടും? ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ F. എല്ലാം തുല്യമാണെന്ന് നമ്മൾ മനസ്സിലായി. എല്ലാം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 120-ൽ നിന്ന് എത്ര കുറയ്ക്കുക? ഇതാകെ 120 അതിൽ 30 കുറയ്ക്കുക. സോ ദാറ്റ്സ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എല്ലാ ആംഗിൾസ് എത്ര കിട്ടി? 90 90 90 എന്ന് കിട്ടി. ദിസ് ഈസ് 90 90. എല്ലാ ആംഗിൾസും 90 ആയതുകൊണ്ട് ഇത് റെക്റ്റാങ്കിളാണ്. എല്ലാ ആംഗിൾസും 90 ആയതുകൊണ്ട് മാത്രമല്ല ഈ സൈഡ്സ് ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്ക്വയർ. ഓക്കെ, സമയത്തിനായി മാറും. ആ ഈക്വൽ അല്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആംഗിൾസ് 90 ആയാൽ മാത്രം മതി. ദെർഫോർ ACDF ഈസ് എ റെക്റ്റാങ്കിൾ. എല്ലാ കോണുകളും 90 ഡിഗ്രി, അതുകൊണ്ട് ACDF ഒരു ചതുരമാണ്. ഡിയർ സ്റ്റുഡൻസ്, ഈ പാഠത്തിലെ അവസാനത്തെ എക്സസൈസിലെ മുഴുവൻ ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസേഴ്സ് കണ്ടെത്തിയിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് അബു മാത്സ്. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.